നമസ്കാരം. ആസ്ട്രോമീഡിയയുടെ മാന്യ പ്രേക്ഷകർക്ക് പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സന്താനനാശം എന്നൊരു വിഷയം. സന്താനനാശം എന്ന് പറയുമ്പോൾ സന്താനം ഉണ്ടായിട്ട് നശിക്കുക, സന്താനം ഉണ്ടാകാതിരിക്കുക, അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയും ഇല്ലാതെ വരിക, ഒരു തരം വന്ധ്യത, ഇതൊക്കെ പറയേണ്ട ഒരു പ്രത്യേക യോഗം. ഇത് ജാതകത്തിൽ അധികം ശ്രദ്ധിക്കപ്പെടാത്തൊരു സംഗതിയാണ്. എന്നാൽ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഈ യോഗത്തിൻ്റെ സ്വാധീനം വളരെ ശക്തമായിട്ട് കാണാനുണ്ടായി. ഈ അടുത്തായിട്ട് ഒരു അച്ഛനും അമ്മയും അവർ ജാതകം പരിശോധിക്കാൻ വരികയുണ്ടായി. കാര്യമൊന്നും പറഞ്ഞില്ല, ജാതകമൊക്കെ ഒന്ന് പരിശോധിക്കണം. അപ്പോൾ വ്യാഴത്തിൻ്റെ ദശയാണ് പുരുഷജാതകത്തിൽ അദ്ദേഹത്തിന് നടക്കണു. വ്യാഴത്തിൻ്റെ ദശയാണ്. വ്യാഴത്തിൻ്റെ ദശ അവസാനിക്കുക അങ്ങനെ പോവുക. അപ്പോൾ ആ വ്യാഴത്തിന് ചില പ്രത്യേകതകളൊക്കെ കാണുന്നുണ്ടായി ജാതകത്തിലെ. അപ്പോൾ സന്താന വിഷയമായിട്ട് ബന്ധപ്പെട്ട് ദുഃഖത്തിനുള്ളൊരു ഹേതു ഉണ്ടെന്ന് പറഞ്ഞ വഴിക്ക് ആ കൂടെ വന്ന സ്ത്രീ അങ്ങനെ മനസ്സ് വിങ്ങി പൊട്ടി കരയുണ്ടായി. അവരുടെ മകൻ നഷ്ടപ്പെട്ടിട്ട് അവർ വരുന്നത്. നമ്മൾ അവരെ മുന്നേ പരിചയമൊന്നുമില്ല. മകൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം. ആ കുട്ടിക്ക് 10-21 വയസ്സായിട്ടുണ്ട്, ഒരു ആൺകുട്ടി. ഒരു മകനേ ഉള്ളൂ. ആ മകൻ നഷ്ടപ്പെടുകയുണ്ടായി. അത് വളരെ ഖേദകരമാണ്, ദുഃഖകരമാണ്. എന്താ അവരോട് പറയേണ്ടതെന്ന് നിശ്ചല്യണ്ടായി. അപ്പോൾ ഈ യോഗം അവിടെ വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. കാരണം അത്രയും കാലം മോഹിച്ചു വളർത്തിയ ഒരു സന്താനം അവിടെ നശിക്കാതെ അനുഭവത്തിലുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഇത് ഇന്ന് നമ്മൾ പ്രേക്ഷകരായിട്ട് സംവദിക്കാമെന്ന് വിചാരിച്ചത്. അതിന് പ്രത്യേക നിയമമുണ്ട്. ബൃഹസ്പതേഹേ പഞ്ചമഭാവസംസ്ഥ മഹീജമന്ദാഗുദിവാകരാശ്ചേത് ഗുരോരപത്യാധിപതി സപാപ തദാത്മജാനം വിരതിം വദന്തി. ഇതാണ് അതിൻ്റെ പ്രമാണം. കാരണം പ്രമാണം എപ്പോഴും വേണം. പ്രമാണം ഇല്ലെങ്കിൽ പിന്നെ പറയുന്ന ആളുടെ തന്നിഷ്ടപ്രകാരമാവുമല്ലോ കാര്യങ്ങളാണ്. പ്രമാണം ഇല്ലാണ്ട് നമ്മൾ ഇവിടെ യാതൊരു കാര്യവും പ്രസൻറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ആസ്ട്രോമീഡിയയിൽ നമ്മൾ പ്രമാണ പുരുഷരെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയലല്ലോ. ഇതിൻ്റെ അർത്ഥം ബൃഹസ്പതേഹേ പഞ്ചമ ഭാവസംസ്ഥ, അതായത് ബൃഹസ്പതേഹേ എന്നതിനെ പ്രയോഗിക്കാൻ കാരണം വ്യാഴം നിൽക്കുന്നതിൻ്റെ 5ാമത്തെ രാശിയിൽ എന്നുള്ളൊരർത്ഥം അവിടെ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മഹീജമന്ദാകു ദിവാകരസ്റ്റൽ, മഹീജൻ, മഹി ഭൂമി, മഹിയിൽ നിന്ന് ജനിച്ചവൻ കുജൻ, കൂവിൽ നിന്ന് ജനിച്ചവൻ കുജൻ, അതാണ് ചൊവ്വ. മന്ദൻ ശനി, അഗു വെച്ചാൽ രാഹു, ദിവാകരൻ സൂര്യൻ. അപ്പോൾ 4 പേര്, ചൊവ്വ, ശനി, രാഹു, സൂര്യൻ. ഇവരിൽ ഏതെങ്കിലും ഒരു ഗ്രഹം നിൽക്കുക, അല്ലെങ്കിൽ ഈ ഗ്രഹം എല്ലാം കൂടിയിട്ട് നിൽക്കുക, അങ്ങനെ വിചാരിച്ചോളൂ. ചൊവ്വയും ശനി, രാഹുവും സൂര്യനും ഇതിലേതെങ്കിലും ഒരു ഗ്രഹം അല്ലെങ്കിൽ ഒന്നിലധികം ഗ്രഹങ്ങളോ വ്യാഴം നിൽക്കുന്നതിൻ്റെ 5ാമത്തെ രാശിയിൽ നിൽക്കുക. ആ 5ാമത്തെ രാശിയിലെ അധിപൻ പാപനോട് ചേർന്ന് നിൽക്കും വേണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ സന്താനം ഉണ്ടാവില്ല. അത് പുരുഷൻ്റെ ജാതകത്തിലോ സ്ത്രീയുടെ ജാതകത്തിലോ ഒക്കെ ചിന്തിക്കാം. അപ്പോൾ വ്യാഴം നിൽക്കുന്ന രാശിയിലെ 5ാമത്തെ രാശിയിൽ ചൊവ്വയോ ശനിയോ രാഹുവോ സൂര്യനോ നിൽക്കുകയും 5ാം ഭാവാധിപതി വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്നും 5ാമത്തെ രാശിയുടെ അധിപതി പാപയോഗത്തോടു കൂടി നിൽക്കുകയും ചെയ്താൽ സന്താനം ഉണ്ടാവില്ല എന്നുള്ളത് കട്ടായം. അതിനേക്കാൾ ഉപരി ഉണ്ടായാൽ എന്ത് പറഞ്ഞു? ഗുരോരപത്യാധിപതി സപാപ തദാത്മജാനം വിരതിം വദന്തി. അത് വിരഹത്തിന് കാരണമാവും. ഉണ്ടായാൽ സന്താനം നശിച്ചു പോകും, അല്ലെങ്കിൽ ആ സന്താനം മരിച്ചു പോകും എന്നുള്ളൊരു ഉറപ്പായിട്ട് ആചാര്യം പറയുക അവിടെ. അതവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു ആ ഒരു വിഷയത്തിലേക്ക്. അപ്പോൾ അതുകൊണ്ട് വളരെ അധികം ശ്രദ്ധിക്കേണ്ട, എന്നാൽ ശ്രദ്ധിക്കപ്പെടാണ്ട് പോകേണ്ട ഒരു യോഗമാണത്. അപ്പോൾ അത് ഈ ദശാഫലം പറയുമ്പോഴും അത് ഉപയോഗിക്കുക കേട്ടോ. അതായത് വ്യാഴത്തിൻ്റെ 5ാമത്തെ രാശിയിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദശയോ, അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ 5ാമത്തെ രാശിയിൽ നിൽക്കുന്ന പാപഗ്രഹത്തിൻ്റെ അപഹാരമൊക്കെ വന്നു കഴിഞ്ഞാൽ സന്താനനാശത്തെ പറഞ്ഞാൽ ഫലിക്കും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതൊന്ന് പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ അധ്യായം തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ പ്രയോജനം ചെയ്യും. ആ ഗ്രഹത്തിന് ഭാവമാറ്റം ഉണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. വ്യാഴത്തിൻ്റെ 5ാമത്തെ രാശിയിൽ എന്ന് പറയുമ്പോൾ മറ്റൊരു പ്രത്യേകത അവിടെ ഉണ്ട്. ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 5ാമത്തെ രാശിയിലേക്ക് വിശേഷമായിട്ട് വരും. എന്നിട്ടും പ്രയോജനം ഇല്ല എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം. നമ്മൾ പറയാറുണ്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടി എല്ലായിടത്തേക്കും ഗുണം ചെയ്യും. അപ്പോൾ ലഗ്നത്തിൻ്റെ 5ൽ വ്യാഴം നിന്നാൽ ദോഷമുണ്ട്, വ്യാഴത്തിൻ്റെ 5ൽ പാപഗ്രഹം നിന്നാൽ ദോഷമുണ്ട്. നോക്കി നോക്കൂ, കണ്ടോ. അപ്പോൾ ആ വ്യാഴത്തിന് പാപയോഗം വന്നാലും ഈ ഒരു ഫലമൊക്കെ നമുക്ക് പറയാം. സന്താനകാരകനാണ് വ്യാഴേ. എന്താ പറഞ്ഞിട്ടുള്ള ബുദ്ധിപുത്രാധികാരകോ ദിഷണ,
ബുദ്ധിപുത്രാധികാരകത്വം ഒക്കെ പറയാം. പിന്നെ പ്രായഭേദമന്യേ അതനുസരിച്ചിട്ട് ബുദ്ധിയുടെ വിശേഷങ്ങൾ പറയാം, ബുദ്ധിശൂന്യത പറയാം, ബുദ്ധിക്കുണ്ടാകുന്ന രോഗത്തെ പറ്റി പറയാം. ബുദ്ധിക്കുണ്ടാകുന്ന രോഗം എന്ന് പറഞ്ഞാൽ മനോരോഗം, മനോരോഗത്തെ പറ്റിയിട്ടൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഇതൊക്കെ ശാസ്ത്രത്തിൻ്റെ മുത്തുകളാണ്, ശാസ്ത്രത്തിൽ നിന്നും അടർത്തിയെടുത്തിട്ടുള്ള മുത്തുകളാണ് അതൊക്കെ. അപ്പോൾ അത് ഓരോന്ന് വേർതിരിച്ച് നമ്മൾ ആ ഗ്രഹനില മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങൾ നമുക്ക് തന്നെ സ്വയം ഗ്രഹിക്കാവുന്ന കാര്യങ്ങളാണത്. ഇതൊക്കെ വളരെ രഹസ്യം കൂടിയിട്ടാണ്. ജ്യോതിശാസ്ത്രം പുണ്യമേത രഹസ്യം എന്നുണ്ടല്ലോ, ഈ ശാസ്ത്രമൊക്കെ രഹസ്യമാണ്. അത് ഉപദേശിക്കേണ്ട ആളുകൾക്ക് ഉപദേശിക്കാണ്ടു. പിന്നെ ഇതൊക്കെ പറയുകയാണെങ്കിൽ യോഗ്യത ഉണ്ടാവണം കേട്ടോ. കാരണം അങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞാൽ ഇതൊക്കെ ശരിയാവും. ഒന്ന ശാസ്ത്ര സ്മരണ എന്നുണ്ട്, ശാസ്ത്രം മാത്രം സ്മരിച്ചുകൊണ്ട് പ്രയോജനമാവില്ല. അത് പറയുന്ന ആൾക്ക് ഒരു ദൈവികത്വം കൂടിയിട്ട് വേണം, ഗുരുത്വം വേണം, ദൈവികമായിട്ടുള്ള പരിവേഷങ്ങൾ ഉണ്ടാവണം, നവഗ്രഹങ്ങൾ അനുഗ്രഹം ഉണ്ടാവണം, ഗ്രഹപൂജാ തൽപരനായിരിക്കണം. ഇങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞാൽ മാത്രമേ ഇത് ഫലിക്കൂ. അല്ലാത്ത ആൾക്കാരിൽ ഇത് ഒരിക്കലും പ്രയോഗിക്കരുത്. വെറുതെ ആ ഇരിക്കുന്ന വ്യക്തിയുടെ ശാപം മേടിക്കരുത്. അപ്പോൾ അത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് പ്രയോജനകരമായിട്ടുള്ള മറ്റൊരു അധ്യായത്തിൽ മറ്റു വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ആസ്ട്രോമീഡിയയിൽ 370ഓളം ശാസ്ത്രീയമായിട്ടുള്ള വീഡിയോകളുണ്ട്. കാണാത്ത ആൾക്കാർ അതെല്ലാം കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക. എന്തായാലും 2026 ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം.